ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ദിവസമാണിന്ന്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി അനേകർ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എല്ലാമായി. അതേസമയം ഇന്ന് രാവിലെ ബുധനാഴ്ച പതിവ് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. വത്തിക്കാന്റെ ഉള്ളിലുള്ള പോൾ 6 ശാലയിൽ വെച്ചായിരുന്നു. അങ്ങനെ തന്റെ പൊതു കൂടിക്കാഴ്ചക്കിടയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ആത്മീയ പൈതൃകം ഓർമ്മിക്കുകയും ബസിലിക്കയിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരോടൊപ്പം പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരുകയും ചെയ്യുകയുണ്ടായി. പ്രത്യാശയോടെ ജീവിക്കുവാനും വിശ്വാസത്തിന്റെ ആനന്ദം പങ്കുവയ്ക്കുവാനും നമ്മെ പഠിപ്പിച്ച ആത്മീയ ഇടയനായിരുന്നു ബെനഡിക്ട് 16 മാർപ്പാപ്പ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. അതേസമയം ജനങ്ങളുടെ ഇടയിൽ നിന്ന് സാന്തോ സുബിത്തോ, മാർപ്പാപ്പയെ ഉടനടി വിശുദ്ധനാക്കണമെന്നുള്ള ആർപ്പുവിളികളും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. 16 മാർപ്പാപ്പയുടെ വിശുദ്ധിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന അനേകർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഉടനടി വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നാളെ രാവിലെ 9:30 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചായിരിക്കും മാർപ്പാപ്പയുടെ കബറടക്ക ചടങ്ങ് നടക്കുക. പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്ന മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കാണുവാനും അന്തിമാർപ്പണം അർപ്പിക്കുവാനുമായി ഒരുപാട് പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വത്തിക്കാനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സാത്തന രൂപതയിലെ ഫാദർ ആന്റണിയാണ്. അദ്ദേഹം മാർപ്പാപ്പയെ കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ഫാദർ ആന്റണി പനച്ചിങ്കൽ, മധ്യപ്രദേശിലെ സത്തന രൂപതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അച്ഛനാണ്. ഞാനിവിടെ റോമിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിതാവ് മരിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ ക്രിസ്മസ് മിനിസ്ട്രിക്കായിട്ട് പോയിരിക്കുകയായിരുന്നു. പക്ഷേ പിതാവിൻ്റെ ഒന്ന് കണ്ട് അവസാനമായിട്ട് പിതാവിനെ ഒന്ന് കാണാനും പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും കിട്ടുന്ന ഈ ഒരു അവസരം അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ഇന്നലെ ആ മിനിസ്ട്രി സ്ഥലത്തുനിന്ന് വന്നതാണ്. ഇന്ന് ഞാൻ സമയം കണ്ടെത്തി ഇവിടെ വരികയും പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പിതാവ് നമ്മുടെ സഭയ്ക്ക് ചെയ്ത ആ വലിയ വലിയ സംഭാവനകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ലഭിച്ച ആ നിമിഷങ്ങളെ ഓർത്ത് ഞാനും ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ഈ പിതാവിനെ നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പിതാവിനോട് ആദരാഞ്ജലി അർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജിൻഡോ മുരിയങ്കരി, ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ്. റോമിൽ സലേഷ്യ യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിക്കേഷനിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇരിക്കുമ്പോഴാണ് ബെനഡിക്ട് എമിരിത്തൂസ് മാർപ്പാപ്പയുടെ മരണവിവരം അറിയുന്നത്. ഒത്തിരി വേദന ഉണ്ടാക്കിയൊരു വിവരമായിരുന്നു. കാരണം എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട ഒരു മാർപ്പാപ്പയാണ് ബെനഡിക്ട് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ മാർട്ടൽ അം ഇന്ന് ആ ഗ്രാമത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് ഇതറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹവും അതുപോലെ തന്നെ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന ആൾട്ടോറ്റിംഗ് എന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രവും സന്ദർശിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ റോമിലേക്ക് 2-ാം തീയതി എത്തിയത്. ഇന്ന് മാർപ്പാപ്പയുടെ മൃതശരീരം കാണുവാനും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനുമാണ് ഇവിടെ എത്തിയത്. മാർപ്പാപ്പയെ പറ്റി എപ്പോഴും നല്ല ഓർമ്മകളാണ്. ഞാൻ റോമിൽ 2007 സെമിനാരിക്കാരനായിട്ട് തിയോളജി പഠിക്കുവാൻ വരുന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ മാർപ്പാപ്പയെ കാണുവാനും സ്പർശിക്കുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചു. അതായത് 24 മണിക്കൂറിനുള്ളിൽ കാണുവാൻ ലഭിച്ചു. പിന്നീട് 2011 ജനുവരി 6-ാം തീയതി പൂജരാജാക്കന്മാരുടെ തിരുനാൾ ദിവസം മാർപ്പാപ്പയോടുകൂടി കുർബാനയിൽ ശുശ്രൂഷയായിട്ട് പങ്കെടുക്കുവാൻ സാധിച്ചു. അന്ന് മാർപ്പാപ്പയുടെ അംശവടി കയ്യിലേന്തി ആ കുർബാനയിൽ ഉടനീളം പങ്കെടുക്കുവാൻ സാധിച്ചു. അതും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അത് നല്ല ഓർമ്മയാണ്. പിന്നെ മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയ എല്ലാ സംഭാവനകളും, അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അതുപോലെ ലാളിത്യവും എല്ലാം നമുക്ക് മാതൃകയാണ്. സ്ഥാനത്യാഗം വഴി നമ്മളെ എല്ലാവരെയും ഏറെ മാർപ്പാപ്പ ആകർഷിച്ചു. അതുകൊണ്ട് മാർപ്പാപ്പ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ എന്നും നല്ലൊരു ഓർമ്മയായിട്ട് നിൽക്കും. അദ്ദേഹം ചെയ്ത എല്ലാ സംഭാവനകളെ ഓർത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ പ്രിയ പോൾ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷനിലെ ട്രിവാൻഡ്രം സെൻറ്റ് മേരീസ് പ്രോവിൻസിലെ അംഗമാണ്. ആഞ്ചലിക്കം പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സ്പിരിച്വാലിറ്റി ചെയ്യുന്നു. 2022 ഡിസംബർ 31 പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പുണ്യദിനം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുൻപിലായിരിക്കുമ്പോൾ ഈ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അതിൽ പങ്കാളിയാകുവാൻ കിട്ടിയ ഈ അസുലഭമായ ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം സഭയ്ക്കും ലോകം മുഴുവനും തൻ്റെ വലിയ ജ്ഞാനം കൊണ്ടും തൻ്റെ ആത്മീയത കൊണ്ടും വളരെയധികം സംഭാവനകൾ നൽകിയ ആ പുണ്യപിതാവിൻ്റെ പരിശുദ്ധമായ
ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അന്തിമോപചാര കർമ്മങ്ങൾക്കായി വത്തിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9:30 മണിക്കാണ് വത്തിക്കാനിൽ കബറടക്ക ശുശ്രൂഷ നടക്കുന്നത്. അതിന് മുന്നോടിയായി രാവിലെ 8:45 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് മാറ്റും. തുടർന്ന് പരിശുദ്ധ ജപമാലയും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഒരുങ്ങുകയും 9:30 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന ആരംഭിക്കുകയും ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം പാത്രിയാർക്കീസുമാരും മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരായി ദിവ്യബലിയിൽ പങ്കെടുക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അന്തിമോപചാര കർമ്മങ്ങളും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്നെയാണ് നടക്കുക. അതിനുശേഷം മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വത്തിക്കാൻ ബസിലിക്കയുടെ ഉള്ളിലൂടെ താഴെയുള്ള ഗ്രോട്ടോയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് മാർപ്പാപ്പയ്ക്ക് അന്തിമ വിശ്രമത്തിനായി സ്ഥലമൊരുക്കിയിരിക്കുന്നത്. എന്നാൽ ഈ അവസാന ഘട്ടം സ്വകാര്യ ശുശ്രൂഷ പോലെയാണ് നടത്തുക. അതിനാൽ വെളിയിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല.